കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. കഠിനമായ വേനൽ ചൂടിൽ കുടിവെള്ള വിതരണത്തിന്റെ പ്രധാന കേന്ദ്രമായ പഴശ്ശി ജലസംഭരണിയിൽ ജലനിരപ്പ് താഴ്ന്നു. ഓരോ ദിവസവും 3-4 സെന്റിമീറ്റർ എന്ന തോതിലാണ് വെള്ളം വറ്റുന്നത്. 2 മാസത്തിനിടയിൽ സംഭരണിയിൽ നിന്നും 5 മീറ്റർ വെള്ളമാണ് കുറഞ്ഞത്. ജലനിരപ്പ് ക്രമാതീതമായി കുറയാൻ തുടങ്ങിയതോടെ പഴശ്ശി കനാൽ വഴിയുള്ള ജലവിതരണവും നിലച്ചു. ഫെബ്രുവരി ആദ്യവാരം 26.52 മീറ്റർ സംഭരണശേഷി ഉണ്ടായിരുന്ന പഴശ്ശിയിൽ ഇപ്പോൾ 21.46 മീറ്റർ വെള്ളമാണ് ഉള്ളത്. ഒരു മാസത്തിനിടയിൽ 3 മീറ്റർ വെള്ളമാണ് കുറഞ്ഞത്. തുലാം മഴ ഗണ്യമായി കുറയുകയും വേനൽ മഴ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് പദ്ധതിയിലേക്കുള്ള നീരൊഴുക്കിൽ വൻ കുറവുണ്ടായിരിക്കുന്നത്. തുലാവർഷം കുറഞ്ഞാലും മുൻകാലങ്ങളിൽ വേനൽ മഴ പദ്ധതിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ പല സമയങ്ങളിലായി ലഭിക്കാറുണ്ടായിരുന്നു. ഇക്കുറി കുടക് ജില്ലയിൽ മഴ കുറഞ്ഞതും പഴശ്ശിക്ക് തിരിച്ചടിയായി. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിനുള്ളിലെ പല നീരുറവകളും വറ്റിയതോടെ ബാരാപ്പോൾ പുഴയിലേക്കുള്ള നീരൊഴുക്കിൽ വലിയ കുറവുണ്ടായി. ആറളം, കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളുടെ ഭാഗമായി വരുന്ന ബാവലിപ്പുഴയിലും നീരൊഴുക്കിൽ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. വനത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന കക്കുവ, ചീങ്കണ്ണിപ്പുഴകളിൽ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചു. മലയോര മേഖലയിൽ നിന്നും ബാവലി, ബാരാപ്പോൾ പുഴകളിലേക്ക് എത്തുന്ന ചെറു നീരുറവുകളും വറ്റിവരണ്ടു. കുടിവെള്ള വിതരണത്തിനുള്ള പമ്പിംഗ് സ്റ്റേഷനുകളുടെ സുഗമമായ പ്രവർത്തനത്തിന് 18 മീറ്ററിലധികം വെള്ളം സംഭരണിയിൽ ഉണ്ടായിരിക്കണം. പഴശ്ശിയിൽ 6 മീറ്ററിലധികം വെള്ളം താഴുന്ന സാഹചര്യമുണ്ടായാൽ ജില്ല വലിയ കുടിവെള്ളക്ഷാമത്തിലേക്ക് നീങ്ങും. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വെള്ളത്തിന്റെ അളവിൽ വലിയ തോതിലുള്ള കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിലെ 3-2 പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തുന്നത് പഴശ്ശി പദ്ധതിയിൽ നിന്നാണ്. ഇപ്പോൾ കുടിവെള്ളത്തിനുള്ള പമ്പിംഗ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ടെങ്കിലും ചൂടും വരൾച്ചയും തുടർന്നാൽ കുടിവെള്ള വിതരണത്തെയും ബാധിക്കും. 50-ലധികം ദശലക്ഷം ലിറ്റർ വെള്ളമാണ് പഴശ്ശി പദ്ധതിയിൽ നിന്ന് ദിനംപ്രതി കുടിവെള്ളത്തിനായി പമ്പ് ചെയ്യുന്നത്. ഒരു കോർപ്പറേഷൻ, 7 നഗരസഭ, 36 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ വേനൽ മഴ വ്യത്യാസമില്ലാതെ കുടിവെള്ളം എത്തിക്കുന്നത് പഴശ്ശിയിൽ നിന്നാണ്. ഇതിനായി 6 വലിയ കുടിവെള്ള പദ്ധതികളാണ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്നത്. കൂടാതെ മറ്റ് 5ഓളം ചെറുകിട പദ്ധതികളും പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 250 ദശലക്ഷം ലിറ്റർ കുടിവെള്ളത്തിനായി ദിനംപ്രതി പദ്ധതിയിൽ നിന്നും പമ്പ് ചെയ്യുന്നതും ക്രമാതീതമായി സംഭരണശേഷിയിൽ കുറവുണ്ടാക്കുന്നു. പദ്ധതിയിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളത്തിന്റെ 1/3 മാത്രമാണ് ഇപ്പോൾ നീരുറവകളായി പദ്ധതിയിലേക്ക് എത്തുന്നുള്ളൂ. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരിയും പിടിക്കില്ല, കറയും പിടിക്കില്ല, കാലം പിടിച്ചാലും ശീലിതമായില്ല. ഈ പെയിന്റിന്റെ പേരറിഞ്ഞോളൂ, ഡയമണ്ട് ആക്രിലിക് ഇന്റർലോക്ക് കോട്ടിംഗ് from Diamond Paints.